ഓണനാളുകളിൽ വ്യത്യസ്തനായിരിക്കുകയാണ് എൻ്റെ നാട് ഐക്യരപ്പടി ഫേസ്ബുക്ക് കൂട്ടായ്മ. ജപ്തി നടപടി നേരിട്ട കുടുംബത്തിൻ്റെ ആധാരം സ്വകാര്യ ബാങ്കിൽ നിന്ന് പണമടച്ച് തിരികെ ഏൽപ്പിച്ചാണ് ഫേസ്ബുക്ക് കൂട്ടായ്മ ശ്രദ്ധേയമായത്. ഓണനാളുകളിൽ നന്മയുടെ നിറച്ചാർത്ത് തീർത്ത് ജപ്തി നടപടി നേരിട്ട കുടുംബത്തിന്റെ വായ്പ തിരിച്ചടച്ച് എൻ്റെ നാട് ഐക്യരപ്പടി ഫേസ്ബുക്ക് കൂട്ടായ്മ ശ്രദ്ധേയമായി. കല്ലുപ്പാറ പഞ്ചായത്തിൽ 13-ാം വാർഡിലുള്ള കുടുംബത്തിന്റെ പ്രൈവറ്റ് ബാങ്കിൽ നിന്നും എടുത്ത ലോൺ തുക തിരിച്ചടച്ചാണ് ഫേസ്ബുക്ക് കൂട്ടായ്മ ശ്രദ്ധേയമായത്. ഈ കുടുംബത്തിന് ലോൺ എടുത്ത തുക തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ ജപ്തിയിലേക്ക് പോയ വായ്പ തുക ഫേസ്ബുക്ക് കൂട്ടായ്മ കണ്ടെത്തി നൽകി ആധാരം കുടുംബത്തിന് കൈമാറി. ടിജു തിഴക്കേക്കര, സുബിൻ സണ്ണി, ജോബി കിഴക്കേക്കര, സൈബു ജേക്കബ് എന്നിവർ അഡ്മിന്മാരായ ഫേസ്ബുക്ക് കൂട്ടായ്മ നാടിനു വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതിനിടെയാണ് ഒരു കുടുംബത്തിന് വലിയ ഒരു ആശ്വാസമായി മാറിയത്. ഐക്യരപ്പടി പ്രദേശത്തുള്ള ഒരു കുടുംബത്തിന് സ്ഥലം കണ്ടെത്തി ഭവനം വെച്ച് നൽകുന്നതിനിടയിൽ ആണ് ഫേസ്ബുക്ക് കൂട്ടായ്മ ജപ്തി ഒഴിവാക്കാൻ മറ്റൊരു കുടുംബത്തെ സഹായിച്ചത്. ജപ്തി ഒഴിവാക്കാൻ വേണ്ടി വന്ന 1,80,000 രൂപ കണ്ടെത്തിയത് ഗ്രൂപ്പ് മെമ്പർമാരായ 35 പേരിൽ നിന്നും ആയിരുന്നു. ബാങ്കിൽ നിന്നും ലഭിച്ച ആധാരം കുടുംബത്തിന് കൈമാറുന്നതിനായി ഉമ്മൻ ചാണ്ടപ്പള്ളിയുടെ ഭവനത്തിൽ നടന്ന ചടങ്ങ് മുൻ MLA ജോസഫ് പുതുശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. ഐക്യരപ്പടിക്കൽ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രത്യേകത, വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന പ്രത്യേകത, വൈകുന്നേരമാകുമ്പോൾ ഒരു 10-60 പേരെ അത്രയും വലിയ ഒരു ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുമായിരുന്നു. അതിൽ പഠിക്കുന്നവരുണ്ടായിരുന്നു, ജോലിക്ക് പോകുന്നവരുണ്ടായിരുന്നു, അങ്ങനെ ജോലിയൊന്നും ഇല്ലാത്തവരും വൈകുന്നേരം ഇവിടെ വന്ന് കൂടി ഒരു 9 വരെയൊക്കെ ഇവിടെ കൂടി. ഈ വഴിക്ക് പോകുന്ന ആളുകൾക്ക് ഇവിടെ ഇറങ്ങിയിട്ടല്ലാതെ പോകാനൊക്കത്തില്ലായിരുന്നു. അതുപോലെ ഒരു സജീവമായ സ്ഥലം. റോഡിന് ശേഷമാണ് ഇവിടെ ആ നിലയിലുള്ള ഒരു സാന്നിധ്യം ഇല്ലാതെ പോലെ. എന്നാൽ അവരൊക്കെ ആ ഒരു ഒറ്റ മനസ്സോടുകൂടി, അതിൽ വിവിധ ജാതിയും മതവും അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ഉള്ള ഒട്ടേറെ ആളുകളുണ്ട്. എല്ലാവരും പക്ഷേ ഒരു മനസ്സായി ഒറ്റ കൂട്ടായ്മയായി കഴിയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവരാണ് പിന്നീട് വിവിധ സ്ഥലങ്ങളിലേക്ക്, ജോലിക്കായി വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി മറ്റു ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തു. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, സ്ഥലത്തില്ലായ്മ, ഇതൊക്കെ വന്നിട്ടുണ്ട്. അതിന് ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങളും ചെറിയ സ്വാഗത പ്രസംഗത്തിൽ ബാബയുടെ സൂചിപ്പിക്കുകയുണ്ടായി. മറ്റുള്ളവരുടെ പ്രയാസം അനുഭവിക്കുന്നവരുടെ ആ പ്രയാസം കണ്ട് അതിൽ മനസ്സരിവുള്ളവരായി, അവരോട് കരുണയുള്ളവരായി, അവരെ കരുതുന്നവരായി ആ ഒരു മാനസികാവസ്ഥയിൽ പ്രവർത്തിക്കാൻ ഈ പ്രദേശത്തെ ചെറുപ്പക്കാരായ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർക്കുകയാണ്. ചാരിറ്റി സമിതി പ്രസിഡന്റ് TM മാത്യു താനത്ത് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ചാരിറ്റി ചെയർമാൻ ടിജു കിഴക്കേക്കര ആമുഖ പ്രസംഗം നടത്തി. ഈ ഒരു ജപ്തി ഒഴിവാക്കല് എൻ്റെ അടുക്കലേക്ക് വരുന്നത് 2 മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ റോബിച്ചാന്റെ കടയിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു ജപ്തിയുടെ കാര്യം നമ്മൾ അറിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭവനം ഞാൻ സന്ദർശിക്കുകയും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തപ്പോൾ മഹീന്ദ്ര എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തിരിക്കുന്നതെന്നും അത് തിരിച്ചടയ്ക്കാൻ സാധിക്കാത്തതിന്റെ സാഹചര്യം അവർ അറിയിക്കുകയും ചെയ്തു. വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കേസാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് വൈകിട്ട് തന്നെ നമുക്ക് പഞ്ചായത്തിലെ ഏറ്റവും പ്രിയങ്കനായിട്ടുള്ള ജോയിസാറിന്റെ അടുത്ത് ഞാൻ എത്തുകയായിരുന്നു. സാറ് അത് ഏറ്റെടുത്ത് നമുക്ക് ചെയ്യാം എന്നറിയിക്കുകയും പിന്നീട് ഞാൻ എബിച്ചാനെയും റോയിസാറിനെയും ഉൾപ്പെടെ കണ്ട് സംസാരിച്ച് അത് ചെയ്യാം എന്ന് അവരുടെ ഉറപ്പിൻ പുറത്താണ് ഞാൻ ഇത് ഇറങ്ങി തിരിച്ചത്. തീർച്ചയായിട്ടും അവരുടെ പേരൂടെ ആ ഫണ്ട് കണ്ടെത്താനായിട്ട് പലർക്കും മെസ്സേജ് അയക്കുമ്പോൾ അവരുടെ പേരൂടെ വെച്ചപ്പോഴാണ് അതിനൊരു പൂർണ്ണത എത്തിയത്. കല്ലുപ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബി മേക്കരിഞ്ഞാട്ട്, കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റെജി ചാക്കോ, ചെറിയാൻ ജെ മണ്ണഞ്ചേരി, CPIM ജില്ലാ കമ്മിറ്റി അംഗം ബിനു വർഗീസ്, ചാരിറ്റി കൺവീനർ ജോബി കിഴക്കേക്കര, മോഹൻലാൽ P, രാജേഷ് VK എന്നിവർ പ്രസംഗിച്ചു. കുടുംബത്തിനു വേണ്ടി GLPS പുതുശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ പ്രധാന അധ്യാപിക സൂസൻ മാത്യു ആധാരം ഏറ്റുവാങ്ങി.